നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വിഷ്ണുമായയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ആവണങ്കാടാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആവണങ്കാട് വിഷ്ണുമായ എത്തുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുമായയെ ഉപാസിച്ച് സിദ്ധി വരുത്തിയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. ആരായിരുന്നു ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമായ ഇതുപോലെയുള്ള അറിവുകളും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടികളും എല്ലാം തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിഷ്ണുമായ ചാത്തൻ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വളരെ നിന്ദ്യമായ ഒരു കർമ്മമായിട്ട് കരുതിപ്പോരുന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് ബ്രാഹ്മണരുടെ ഇടയിൽ അന്നും ഇന്നും വിഷ്ണുമായ ഉപാസന അത്രയ്ക്ക് അങ്ങോട്ട് പരിചിതമായ ഒരു കാലമല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ 400 ചാത്തന്മാരെയും ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാലടി നമ്പൂതിരി എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ കാലടി ദേശമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇല്ലം നിന്നിരുന്നു എന്നതാണ് ചരിത്രരേഖകൾ പറയുന്നത്. ആ 400 ചാത്തന്മാരാണ് പിന്നീട് ഇന്ന് കാണുന്ന ആവണങ്കാട്ടേക്ക് വന്നത്. ആ കഥയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് ആവണങ്കാട്ട് കളരിയിലെ ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും അവർ ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരു മൂർത്തി വേണം, മന്ത്രമൂർത്തി വേണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ പ്രത്യക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ ധ്യാനിച്ച് പ്രീതിപ്പെടുത്തിയ ഉപാസിച്ചിരുന്ന ദേവത ഗണപതിയായിരുന്നു ആദ്യകാലത്ത്. അങ്ങനെ ഗണപതിയെ അവർ പ്രീതിപ്പെടുത്തുകയും ഗണപതിയെ കൊണ്ട് ഒരുപാട് മാന്ത്രികർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗണപതിയെ കൊണ്ട് സാധിക്കും. പക്ഷേ ഗണപതി എന്ന് പറയുന്നൊരു മൂർത്തിയെ ഒരിക്കലും നമ്മളുടെ വിധേയത്തിനാക്ക മാറ്റാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ആജ്ഞാനുവർത്തിയായി കൊണ്ടു നടന്ന് കർമ്മം ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് കാലടി നമ്പൂതിരി വളരെ പ്രശസ്തനായിട്ടുള്ള മാന്ത്രികനായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആളുകൾ സ്വദേശത്തു നിന്നും അന്യദേശത്തു നിന്നൊക്കെ വരുന്നുണ്ട്. പേരും പ്രശസ്തി കൊണ്ടും കാലടിയിലെ അന്ന് നമ്പൂതിരി വളരെയധികം പ്രഗത്ഭനും അതുപോലെ പ്രശസ്തനുമായിരിക്കുന്ന സമയത്താണ് ഇവർക്കൊരാഗ്രഹം, ചാത്തന്മാരെ ഞങ്ങൾക്ക് ഉപാസിക്കാൻ സാധിക്കുമോ എന്ന ഒരു സംശയം. അങ്ങനെ ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും കൂടി കാലടി നമ്പൂതിരിയെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഈ കാലടി നമ്പൂതിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ? തനിക്ക് പേരും പ്രശസ്തിയും ധനവും എല്ലാം കുന്നുകൂടിയിട്ടുണ്ട് ചാത്തന്മാരെ ഉപാസിച്ചത് കൊണ്ട്. പക്ഷേ താനൊരു അധമ ബ്രാഹ്മണനാണോ, തനിക്ക് വിധി അല്ലാത്തതായ ഒരു ഉപാസനയാണ് താൻ കൊണ്ടു നടക്കുന്നത് എന്ന ഒരു ചിന്ത ഇദ്ദേഹത്തെ കുറേ നാളായിട്ട് അലട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ചാത്തന്മാരെ ഉപാസിച്ചത് കൊണ്ട് തന്നെ അവരെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വിട്ടുകളയാനും സാധിക്കില്ല. കാരണം ചാത്തന്മാരുടെ ഉപദ്രവമായി ഇല്ലത്തുണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. വെറും കൈയോടെ അവരെ മടക്കി വിട്ടാൽ ചാത്തന്മാരുടെ ഉപദ്രവം ഇല്ലത്തുണ്ടാകുമെന്നും ഇല്ലം നാമാവശേഷമായി പോകുമെന്നൊക്കെ ഈ കാലടി നമ്പൂതിരിക്കും അറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും കാലടി നമ്പൂതിരി സമീപിച്ചിട്ട് ഞങ്ങൾക്ക് ചാത്തന്മാരുടെ ഉപാസന തരണം, ചാത്തന്മാരെ തരണമെന്ന് വളരെ വിനയത്തോടു കൂടി ഇവരാവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്താണ് ചോദിക്കുന്നത്, അവർ പറയുന്നൊരു കാര്യമുണ്ട്, പകരമായി ഞങ്ങളെ ഗണപതി ഉപാസനാമൂർത്തിയെ ഞങ്ങൾ അങ്ങേക്ക് തരാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ആവശ്യമായി വന്നവരോട് വളരെ സന്തോഷമാണ് കാലടി നമ്പൂതിരി സ്വീകരിച്ചത്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ചാത്തന്മാരെ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കൈമാറാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും ഈ ആവശ്യവുമായിട്ട് കാലടി നമ്പൂതിരിയെ സമീപിക്കുന്നത്. അതിൽ 400 ചാത്തന്മാരിലെ 10 ചാത്തന്മാരെ അദ്ദേഹം അതിന് മുമ്പ് തന്നെ കാട്ടുമാടം മനയിലേക്ക് അവിടുത്തെ നമ്പൂതിരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാണ് ആ 10 ചാത്തന്മാരെ ഉപാസിച്ചിരുന്നത്. അങ്ങനെ 10 - 400 പേരെ, അതായത് 390 ചാത്തന്മാരെ സന്തോഷപൂർവം നമ്മളുടെ ആവണങ്കാട്ടെ യുവാക്കളായ
ഉപാസകരായിട്ടുള്ള ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണി പണിക്കർക്കും കാലടി നമ്പൂതിരി കൊടുക്കുകയും പകരം അവരുടെ ഉപാസനാമൂർത്തിയായ ഗണപതി ഭഗവാനെ സ്വീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ആവണങ്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചാത്തന്മാര് എത്തിച്ചേർന്നത്. പിന്നീട് അവര് അവിടെ ഉപാസിച്ച് ചാത്തന്മാരെ പ്രീതിപ്പെടുത്തുകയും സിദ്ധി വരികയൊക്കെ ചെയ്ത ആ ഒരു തറവാടാണ് ഇന്നും നമ്മളറിയുന്ന വിഷ്ണുമായയുടെ ചാത്തന്മാരുടെ മൂലസ്ഥാനമായി കരുതിപ്പോരുന്ന ഈ ആവണങ്കാട്ടുകാർ. എല്ലാവർക്കും ഈ ഒരു അറിവിഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.